എന്താടാ ചാരിറ്റി ഏതെങ്കിലും ഡയാലിസിസ് സെന്റർ നിങ്ങളെ പരിചയത്തിലുണ്ടിക്ക? ആർക്കാടാ? എന്റെ ചങ്ങായിന്റെ ഉപ്പാക്ക് വേണ്ടിട്ടേക്കാ. എന്താടാ ഭയങ്കര ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടൊന്നുമില്ല, അവൻ ഗൾഫിലാന്ന്, ഒരാട്ടനൊക്കെ ഗൾഫിലാന്ന്. പിന്നെ എന്തിനാ ചാരിറ്റി നോക്കുന്നത്? ഇതൊക്കെ 2 ആഴ്ച കൂടുമ്പോ ഒരു വട്ടം ചെയ്യേണ്ടിയാന്ന്. അപ്പൊ പിന്നെ ചാരിറ്റി നോക്കിയാൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ഓ ഡിസ്കൗണ്ട്. എടാ ഈ സംഘടനകൾ ചാരിറ്റി ബേസിൽ ഡയാലിസിസ് സെന്റർ നടത്തുന്നത് അർഹതപ്പെട്ടവർക്ക് കണ്ടിട്ടാ. ഒരു ബുദ്ധിമുട്ടും വിഷമവും ഇല്ലാത്ത ആൾക്കാരിൽ അവിടെ പോയിട്ട് നിന്നാലും കെയർ ഓഫിൽ കയറിയാലും അർഹതപ്പെട്ട ഒരാൾക്കാ കിട്ടാണ്ടായി പോന്നെ. എനിക്ക് മനസ്സിലാണ്ട. എനിക്കൊരു കാര്യം മാട്ടെ, ഈ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോരോ ഇതേപോലെ തന്നെ ചാരിറ്റി ബേസിൽ ഒരു ഡയാലിസിസ് സെന്ററിൽ പോയിരുന്നു. അവിടെ വെച്ച് ഞാനൊരു ഇക്കാനൊക്കെ ഉണ്ട്. അയാൾ 10-35 കൊല്ലം പ്രവാസിയാണ്. അയാളായിട്ട് ഞാൻ സംസാരിച്ചേ. അയാൾക്ക് 4 ആൺകുട്ടികളാ. 2 ഗൾഫിൽ ഫാമിലി വിത്ത് സെറ്റിൽ, 2 നാട്ടിൽ തെറ്റില്ലാത്ത പണി. എന്നിട്ട് അയാൾ ചാരിറ്റിയിലാണ് വന്നത്. എന്താണെന്നറിയുമോ, ആദ്യമൊക്കെ അയാൾക്ക് ഈ അസുഖം തുടങ്ങിയാലെല്ലാം മക്കൾ ചെയ്തു കൊടുത്തിന് പോലും പിന്നെ പൈസ കൊടുക്കുന്ന കുറച്ച് ഡിലേ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉമ്മാനെ വിളിച്ച് പറഞ്ഞു പോലും ഉപ്പാക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ചാരിറ്റി ബേസിലോ അല്ല ഗവൺമെന്റ് ബേസിലോ ഏതെങ്കിലും ഉണ്ടോ എന്നെല്ലാം നോക്കാൻ പറ, അതാകുമ്പോൾ പൈസ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ഇത് കേൾക്കേണ്ട താമസം അയാൾ ഒരു ചാരിറ്റി ബേസിലുള്ള സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അയാൾ പറഞ്ഞ് ഫുൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏടെങ്കിലും എൻ്റെ മോനൊന്ന് പറഞ്ഞു തരണേ, എനിക്ക് ഇവന്മാരെ പൈസ വേണ്ട. എന്നിട്ടില്ലേ അയാൾ എന്നോട് ചോദിച്ചു ഇനി പ്രവാസിയാണോ? ഞാൻ പറഞ്ഞു അതെ. മോനിക്ക് ഞാനൊരു അഡ്വൈസ് തരട്ടെ. എന്താ തന്ന അഡ്വൈസ് എന്നറിയുവാ? മോൻ ആദ്യം മോനെ സ്നേഹിക്കണം, മോനെ കരുതണം, എന്നിട്ടേ കുടുംബത്തിന് സ്നേഹിക്കണ്ടു. ഇക്ക ചെയ്ത തെറ്റെന്താണെന്നറിയാ? ഇക്ക ആദ്യം കുടുംബത്തെ അങ്ങ് സ്നേഹിച്ച് ഇക്കാനെ സ്നേഹിക്കാനും കരുതാൻ ഇക്ക അങ്ങ് മറന്നു വേണം. ഇങ്ങനെ തന്നെയാണ്. ഒരുപാട് മക്കളുണ്ട്. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖങ്ങളും കാര്യം വന്നാൽ ഏട്ടൻ ചെയ്യട്ടെ, ഏട്ടത്തി ചെയ്യട്ടെ, അല്ല അനിയൻ ചെയ്യട്ടെ, ഞാനത്ര ചെയ്തല്ലോ ഓരിത്ര ചെയ്യട്ടെ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുക. ഏട്ടനും ഏട്ടത്തിയും ചെയ്താൽ അതിന്റെ പുണ്യം അവർക്ക് കിട്ടും, നിങ്ങൾ ചെയ്യുന്നതിന് പുണ്യം നിങ്ങൾക്ക് കിട്ടും. അത് ചിന്തിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള സമ്പാദ്യം മതിവായി. പിന്നെ ഈ ആണുങ്ങൾ അധികം ഈ സ്വഭാവം മാറുന്നത് കല്യാണത്തിന് ശേഷം. അതിന് ഒരു പരിധിവരെ മെയിൻ പങ്ക് വഹിക്കുന്നത് കെട്ടിയോൾ തന്നെയാണ്. തലയാണ മന്ത്രം. ഈ തലയാണ മന്ത്രം ഓതുന്ന കെട്ടിയോൾമാരോടാണ്. നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങളെ യുവത്വം എന്നും ഉണ്ടാവില്ല. നിങ്ങളും ആ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ കളി കളിച്ചാലുണ്ടല്ലോ, നാളെ നിങ്ങളെ കാത്തിരിക്കുന്നത് ഇതിലും ഭയാനകമായ ഭാവിയായിരിക്കും. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാലം കണക്ക് പറയാത്ത ഒരു തെറ്റും ഈ ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉമ്മാക്കും പ്രത്യേകിച്ച് ഒരു അസുഖവും കാര്യമൊന്നുമില്ലെങ്കിൽ അൽഹംദുലില്ലാ. എന്നാൽ ഉപ്പ വിശ്രമ ജീവിതമാണ്, പ്രത്യേകിച്ച് യാതൊരു വരുമാനവും ഇല്ലെങ്കിൽ നിങ്ങൾ എല്ലാ മാസം ഉപ്പാന്റെ വട്ടച്ചെലവിനുള്ളൊരു പൈസ അയച്ചു കൊടുക്കണം. എല്ലാം ഉമ്മാനെ ഏൽപ്പിക്കണം ഉപ്പാക്ക് കൊടുക്കാൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഉപ്പാക്ക് എന്ത് ചെലവുള്ള? ഉപ്പ പരക്കുണ്ട്, 3 നേരത്തെ ഫുഡ് കിട്ടുന്നുണ്ട്, എന്തെങ്കിലും ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഉപ്പാക്ക് നമ്മൾ നല്ല ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെന്ത് ചെലവുള്ള ഉപ്പാക്ക്? ഉപ്പാക്ക് ചെലവുണ്ട്. ഉപ്പാക്ക് ഉപ്പാൻ്റെതായ കൂട്ടുകാരൊക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു വട്ടച്ചെലവ്. പിന്നെ നമ്മളെ മക്കളുണ്ടല്ലോ, ഉപ്പ വെല്ലുപ്പ ഒന്ന് പുറത്തു പോയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ വെല്ലുപ്പ നമുക്ക് മുട്ടായി വാങ്ങിക്കില്ലേ, നമുക്ക് അത് വാങ്ങിക്കില്ലേ, ഇത് വാങ്ങിക്കില്ലേ നിൽക്കും. കുഞ്ഞു മക്കളല്ലേ, അവർക്കറിയില്ലല്ലോ വെല്ലുപ്പാൻ്റെ കയ്യിൽ പൈസ ഇല്ലാന്ന്. അത് കേൾക്കുമ്പോൾ ആ ഉപ്പാൻ്റെ മനസ്സൊന്ന് പടക്കും, തീർച്ചയായിട്ടും പടക്കും. കാരണം കുറെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറയുന്ന മുട്ടായിയും കളിപ്പാട്ടെല്ലാം വാങ്ങിത്തന്ന ഉപ്പയാ. പെട്ടെന്നൊന്ന് കൊടുക്കാനില്ലാണ്ട് ആകെ തിളങ്ങിപ്പോവും. ഇതൊക്കെ നടക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണം. എന്നാലാണ് നമ്മളെ മക്കളും നാളെ നമ്മൾ ആ സ്റ്റേജിലെത്തുമ്പോൾ നമ്മളെ കരുതുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം വല്ലാണ്ടങ്ങ് പകരം വിട്ടി കളയും കേട്ടാ.